ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 2.1 റിമോട്ട് കിറ്റാണ്. അപ്പോൾ ഇത് G-Star എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് പുറത്തിറക്കുന്നത്. കൂടാതെ ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിമോട്ട് വരുന്നുണ്ട്. ഈ ഒരു റിമോട്ട് നമുക്ക് ക്വാളിറ്റിയുള്ള രീതിയിലാണ് ഈ ഒരു റിമോട്ട് വരുന്നത്. ലോക്കലി നമുക്ക് കിട്ടുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളിലെയും കാര്യം കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിമോട്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ കേബിൾസാണ്, തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾസാണ്. അത് ലോ ക്വാളിറ്റി വയേഴ്സാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അത്ര വലിയ ക്വാളിറ്റി എന്ന് നമുക്ക് പറയാനായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഒരു കേസേ ഉള്ളൂ. കാര്യം ഓഡിയോ സെക്ഷനൊക്കെ, ഇപ്പോൾ പവർ സെക്ഷനൊക്കെ നമുക്ക് ആ കേബിൾ തന്നെ യൂസ് ചെയ്യാം. ഓഡിയോ സെക്ഷനിൽ നിങ്ങൾ ഷീൽഡ് കേബിൾ വെച്ചിട്ട് ഒരു കണക്ടർ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു സാധനം നല്ല ഓഡിയോ കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. 5 വോൾട്ട് കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 5 വോൾട്ട് തന്നെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തൊരു പവർ ബാങ്ക് വെച്ചിട്ടാണ് ഇതിനെ ഓൺ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ബോർഡ് അപ്പോഴും തന്നെ കംപ്ലൈൻ്റ് ആയി പോകും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൈക്ക് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളിലെല്ലാം തന്നെ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. മൈക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇപ്പോൾ വരുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളുകളിലും റിമോട്ട് കിറ്റിലൊക്കെ വരുന്നത്. ഇതൊരു റിമോട്ട് കിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ എന്ന് തന്നെ നമുക്ക് പറയാം. റിമോട്ട് കിറ്റ് എന്നുള്ള രീതിയിലേക്ക് പോവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ബ്ലൂടൂത്ത് മോഡ്യൂൾ തന്നെയാണ് ഇത്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ബ്ലൂടൂത്ത് മോഡ്യൂൾ എന്ന് തന്നെ നമുക്കിതിനെ പറയാം. കൂടാതെ ഇതിൽ 2 മൈക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. കൂടാതെ അതെല്ലാം നമുക്ക് ഈ റിമോട്ടിൽ തന്നെ, ഒറ്റ റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് മൈക്ക് തന്നെ ഇതിലൊരു ഫീച്ചറായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് മൈക്കിൻ്റെ ഇത് വരുമ്പോൾ മൈക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സെപ്പറേറ്റ് സ്വിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ എക്കോയും ഡിലേയും കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി സെപ്പറേറ്റ് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ബാസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ട്രബിൾ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് പിന്നെ മോഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്സ് 1 ഓക്സ് 2 എന്നുള്ള അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് പറയാം. ഓക്സ് 1 ഓക്സ് 2 നമുക്ക് ഇതിനകത്ത് അഡീഷണലായിട്ട് പുറത്തുനിന്ന് 2 ഓഡിയോ സിഗ്നൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത്, ഓക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മൈക്ക്, FM റേഡിയോ, ബ്ലൂടൂത്ത്, ഇത്രയും കണക്ഷൻസാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഇത്രയും കണക്ടിവിറ്റീസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇത് ഓണാക്കാനും ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ചാണ് വരുന്നത്. ഇത്രയും തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കണ്ടില്ലേ. AAA ബാറ്ററീസ് 2 യൂസ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. റിമോട്ട് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5 വോൾട്ടിൽ നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാൻ വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ കൊടുക്കും തിരിഞ്ഞു പോയാൽ ഇത് കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ടാണ് കാര്യം. എത്ര ഇതായിട്ടുള്ള ആൾക്കാരും കണക്ഷൻ തിരിച്ച് കൊടുക്കാറുണ്ട്. അത് എത്ര ഇതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. പിന്നെ PCB, ഇത് നിർമ്മിച്ചിട്ടുള്ള PCB ഒക്കെ തന്നെ അത്യാവശ്യം നല്ല ഡബിൾ ലെയർ PCBയിലൊക്കെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഒരു അട്രാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊരു ഗോൾഡ് കളർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള PCBയിൽ അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് ഓണായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഓണാക്കി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് മോഡ്യൂളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇതൊരു മോഡ് സ്വിച്ചാണ്. ഈ സ്വിച്ച് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡ് മാറ്റാനായിട്ടുള്ളത്. ഇത് FM ആണ് വരുന്നത്. ഓക്സ് 2 ബ്ലൂടൂത്ത്, ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ മൈക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ളൊരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് പെൻ ഡ്രൈവ് കൂടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു
ഡിസ്പ്ലേ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ടിലൊരു ആംപ്ലിഫയറിൻ്റെ ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കൂലേ, ആ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു USB മോഡ്യൂളിൻ്റെ ഹോള് ഫ്രണ്ടിൽ വരുന്നതൊരു ഒരു വൃത്തികേടായിട്ടുള്ള ഒരു ഇതാണ്. അത് മാത്രമാണ് ഇതിലൊരു ഇതായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിത് റിമൂവ് ചെയ്ത് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാം. ഇവിടെ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് ഇതൊന്ന് റിമൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഓഡിയോ ക്വാളിറ്റി നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്, അതിനൊന്നും വേറെ ഒരു കുഴപ്പമില്ല. നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സെൻസർ വരുന്നത്, ഇവിടെയാണ് റിമോട്ടിൻ്റെ സെൻസർ ഇവിടെ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ്. ഈ കണക്റ്റിംഗ് വയേഴ്സിൻ്റെ ഒരു കുറവ് മാത്രമേ പറയാനുള്ളത്. അത്ര നല്ല ക്വാളിറ്റിയുള്ള കണക്റ്റിംഗ് വയേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു സ്ലീവ് ഇളക്കുന്ന സമയത്ത്, ഇവിടുത്തെ സ്ലീവ് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ആ ഒരു വയർ പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമാണ് ഇതിൻ്റെ ക്വാളിറ്റി കുറവ് തന്നെയാണ് കാര്യം. ചിലപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് അകത്ത് വയർ വിട്ടിരിക്കാം, കുറച്ച് ദിവസം കഴിഞ്ഞത് പൂർണ്ണമായിട്ട് വിട്ട് കഴിഞ്ഞാൽ കണക്ഷൻസൊക്കെ കിട്ടാതെ ഒരവസ്ഥ വരും. അത് മാത്രമാണ് അതിൽ വരുന്നത്. അപ്പോൾ ആ വയർസ് മാത്രം നമുക്കൊന്ന് മാറ്റി കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റോട്ടറി എൻകോഡർ വഴി നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പിന്നെ ഓണും ഓഫും ചെയ്യുന്നതിന് വേണ്ടി ഇത് സാധിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് റിമോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് മോഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ആണോ ഓക്സ് ആണോ ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മോഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. റിമോട്ടിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നോർമലി എല്ലാ റിമോട്ട് കിറ്റിലോ എല്ലാ ബ്ലൂടൂത്ത് മോഡുകളിലൊക്കെ ഉള്ള പോലെ ഉള്ള സെറ്റപ്പ് തന്നെയാണ് റിമോട്ട് ഇതും ഉള്ളത്. പിന്നെ അധികമായിട്ട് 2 മൈക്ക് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓഡിയോ ക്വാളിറ്റി നല്ലത് തന്നെയാണ്. ഇതിൽ ചിപ്പ് ഏതാണെന്ന് നോക്കാൻ പറ്റത്തില്ല കാര്യം. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഈ ഒരു ഡിസ്പ്ലേ വലിച്ചിളക്കേണ്ടതായിട്ട് വരും. പക്ഷേ എനിക്ക് ഇവിടെ കണ്ടെടുത്തോളം AB ചിപ്പ് തന്നെയാണ് ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ AB ചിപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന ഒരു ചിപ്പ് തന്നെയാണ് AB ചിപ്പ്. ആ ചിപ്പിനകത്ത് ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസും നമുക്ക് ഇനേബിൾ ചെയ്ത് വർക്ക് ചെയ്യും. മൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബാസ്, ട്രിബിൾ എല്ലാ കാര്യങ്ങളും നമുക്കിത് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിൽ മറ്റൊരു ഗുണം ഉള്ളതെന്ന് വെച്ചാൽ ഇത് 2.1 ആയിട്ടോ 2 ചാനൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ടോ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഗുണമായിട്ട് എടുത്ത് പറയാം. അതിന് ഒരു സ്വിച്ച്, സെപ്പറേറ്റ് ഒരു സ്വിച്ച് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീരിയോ ആയിട്ട് വേണമെങ്കിലും പാട്ട് കേൾക്കാം, കൂടാതെ 2.1 ആയിട്ടും നമുക്ക് പാട്ട് കേൾക്കാം. പിന്നെ ഈ പറഞ്ഞ 2.1 സ്റ്റീരിയോ റിമോട്ട് കിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സബ് വൂഫറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഫിൽറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കത് ഇതിനകത്ത് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അത് ചില ആൾക്കാർക്ക് ഇതുപോലത്തെ റിമോട്ട് കിറ്റുകളിലോ USB മോഡലിൽ നിന്നൊക്കെ വരുന്ന ഒരു ലോ ഫ്രീക്വൻസി നമുക്ക് മതിയാവില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് ഒരു സബ് ഫിൽറ്റർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമാണ് അഡീഷണലായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമില്ല, ഇതിലുള്ളത് തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സബ് വൂഫറിൻ്റെ വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് SW+, SW- എന്ന് കൊടുത്തിരിക്കുന്നത് സബ് വൂഫറിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല സെറ്റപ്പുകളുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാൻ തന്നത് SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റോ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ വില നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വില പറയാത്തതിൻ്റെ ഒരു ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിലയ്ക്കും പല സ്ഥലത്ത് പല വിലയാണ് ഇതിന് വരുന്നത്. അത് അങ്ങനെ വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഷിപ്പിംഗ് ചാർജ്, ഈ ഓരോ കടക്കാർക്ക് കിട്ടുന്ന ഷിപ്പിംഗ് ചാർജിൻ്റെ വ്യത്യാസം, ദൂര വ്യത്യാസം വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഷിപ്പിംഗ് ചാർജും കൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു വില വരുന്നത്. എന്നാലും 10, 20, 50 രൂപയ്ക്കകത്തുള്ള ചെറിയൊരു വ്യത്യാസമായിരിക്കും ഓരോ കടകളിലും തമ്മിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയാൻ വേണ്ടി SM ഇലക്ട്രോണിക്സിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ഇത്രയും തന്നെയാണ് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് പറയാനായിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഗെയിനുണ്ട്, നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അത് AB ചിപ്പ് അത്രയും നല്ല ഒരു ഓഡിയോ ബ്ലൂടൂത്ത് ചിപ്പാണ്, നല്ലൊരു ഡാക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻബിൽറ്റായിട്ട് വരുന്നൊരു ചിപ്പാണ് AB ചിപ്പ്. ആ ഒരു AB ഗുണം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് കിട്ടും. കാര്യം ഈ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും AB ചിപ്പ് തന്നെയാണ് അവർ ഇതിനകത്ത് SMD ടൈപ്പ് ചിപ്പ് തന്നെയാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പിക്കാം ഓഡിയോ ക്വാളിറ്റി കിട്ടുമെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇനി ഡിസ്പ്ലേ വലിച്ച് പൊളിച്ച് നോക്കണം.
ഡിസ്പ്ലേ ഒക്കെ ഇളക്കി നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിലൊരു പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഇത് എൻകോഡർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് കേബിൾ വരുന്നുണ്ട്. അതിൻ്റെ കണക്ഷൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മൈക്കിൻ്റെ കേബിളാണ്. ഇത് അതിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്, മൈക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ കേബിൾ മാത്രമേ നിങ്ങൾ മൈക്കിൽ യൂസ് ചെയ്യാവൂ, ഈ മൈക്കിൽ നിന്ന് ഇവിടെ യൂസ് ചെയ്യാവൂ. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫങ്ഷൻസ് കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല. ഇപ്പോൾ വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടൊരു ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേബിൾ മാറാതെ കൊടുക്കുക. മാറിയെന്ന് കഴിഞ്ഞാൽ സാധനം കംപ്ലൈൻ്റ് ആവുകയൊന്നുമില്ല, ഫങ്ഷൻസ് കറക്റ്റാണ് വർക്ക് ആവില്ല, അത്രയും മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടുകളെല്ലാം അതിൻ്റെ പുറകിൽ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറകിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് അവർ കൃത്യമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ എൻകോഡറിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻസാണ്. ഇത് മൈക്കിന് വേണ്ടിയിട്ടുള്ള മൈക്ക് 1 മൈക്ക് 2 വേണ്ടിയിട്ടുള്ള കണക്ഷൻസാണ് ഇവരവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് ഒക്കെ വരുന്നത് ഇവിടെയാണ്. മ്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഓക്സ് 1 ഓക്സ് 2 എല്ലാം കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. അത് അവർ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ട് നമ്മളിവിടെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും തന്നെയാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്. കാര്യം ഇപ്പം നമുക്ക് കരോക്കെയൊക്കെ വിട്ട് പാട്ട് പാടാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടാണ് ഈ ബ്രെയിൻസ് ഓഡിയോ ആയാലും ഈ കാണുന്ന G-Star ഒക്കെ ആണെങ്കിൽ ബോർഡ് ഇറക്കുന്ന കാര്യം. നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരോക്കെ കിറ്റ് വാങ്ങി നമ്മൾ വയ്ക്കുക, ഒരുപാട് സ്പേസ് നമുക്ക് ആംപ്ലിഫയറിനകത്ത് പോകും. പിന്നെ പാനലിൽ ചെയ്യുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സ്ഥലം മതി ഇതെല്ലാം കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട്. അപ്പോൾ വളരെ ഉപകാരപ്രദമാണ്. താങ്ക്സ് ടു G-Star അല്ലെങ്കിൽ താങ്ക്സ് ടു ബ്രെയിൻസ് ഓഡിയോ. അവർ രണ്ടുപേരും ഇതുപോലത്തെ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർക്ക് താങ്ക്സ് പറയുന്നത്. കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പേസ് കുറച്ച് ഈ ഒരു പ്രോഡക്റ്റ് വച്ച് നമുക്കൊരു ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ക്ലാസ് ഡി ആംപ്ലിഫയറൊക്കെ ഒരുപാട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള എക്സ്ട്രീമിൻ്റെയൊക്കെ കിടിലൻ ക്ലാസ് ഡി ബോർഡുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പേസ് കുറച്ച് നമുക്കൊരു ആംപ്ലിഫയർ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് പാട്ട് കേൾക്കാനും സാധിക്കുമെന്നുള്ളതാണ്. നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ വാങ്ങി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം ഇതിൻ്റെ ഓഡിയോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇത് സാധനം കൊള്ളാമോ ഇല്ല എന്നുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് നിങ്ങളടുത്ത് പറഞ്ഞത്, കൊള്ളാമെന്നുള്ളത്. കാര്യം ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ നമുക്ക് ഒറ്റയടിക്ക് കൊള്ളൂല എന്നങ്ങ് പറയാനും പറ്റത്തില്ല. കാര്യം ഇതിൽ ഒരുപാട് ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. കാര്യം ഈ പറയുന്ന മൈക്കിൻ്റെ സെറ്റപ്പുകളും പിന്നെ ഒരു മോഡ്യൂളിൽ തന്നെ ഇത്രയും വലിയ സ്പേസ് കുറച്ച് നമുക്ക് അവരത് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ റിമോട്ടിനകത്ത് എല്ലാ ഫങ്ഷൻസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് 5 കണക്ടിവിറ്റിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 5 അതിന് മുകളിലോട്ടുള്ള കണക്ടിവിറ്റി അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല. എന്തായാലും ബ്ലൂടൂത്ത് 5 മുകളിലുള്ള കണക്ടിവിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം വരുന്ന എല്ലാ ബ്ലൂടൂത്തിലും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്കിതൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആ കൂടെ ഒരു കുറവാണ് ഞങ്ങളുടെ ഈ കണക്റ്റിംഗ് വയേഴ്സ് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല എന്നുള്ളതാണ്. അത് നോർമലി ഇപ്പോൾ കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റിനും ഇതുപോലത്തെ കണക്റ്റിംഗ് വയേഴ്സ് തന്നെയാണ് വരുന്നത്. എന്നാലും ഇത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് തോന്നി. കാര്യം ഈ ഒരു വയർ പെട്ടെന്ന് വിട്ട് വരുന്ന രീതിയിലുള്ള വയറാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.